നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 1201-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി. ഇന്ന് ചിങ്ങ 1 പുതുവർഷ ആരംഭമാണ്. ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേട 1 തൊട്ടാണ്. പക്ഷേ മലയാളികളുടെ പുതുവർഷം ചിങ്ങമാസം 1-ാം തീയതി തൊട്ടാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പുതുവർഷ ആരംഭമാണ്. സൂര്യനാണ് നക്ഷത്രാധിപൻ. സൂര്യൻ്റെ സ്വക്ഷേത്രമാണ് ചിങ്ങം. അതൊട്ട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ നക്ഷത്രവും രോഹിണി നക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭ ദിവസം ചിങ്ങമാസം 1-ാം തീയതി തുടങ്ങുകയാണ്. എല്ലാം കൊണ്ടും ഇന്ന് വളരെ അനുകൂലപ്രദമായ ദിവസമാണ്. വളരെ സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാകുന്ന ദിവസമാണ്. ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്കിട വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് എന്ത് കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസവും കൂടിയാണ്, ആളുകളുടെ മതാചാര പ്രകാരം പ്രാർത്ഥനയ്ക്കൊക്കെ പോവുക, പ്രാർത്ഥന നിരതരായിട്ടിരിക്കുക. കാരണം നമുക്ക് ഒരു വർഷത്തേക്ക് ഐശ്വര്യം ഉണ്ടാവണം. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രം, ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. ജോലി പുരോഗതി, പ്രശസ്തി, സാമ്പത്തിക നേട്ടം ഒക്കെ നമുക്ക് വന്നു ചേരും. എങ്കിലും കുറച്ച് സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് കുറച്ച് അലച്ചിലും അല്ലെങ്കിൽ ടെൻഷനും ഒക്കെ കൂടും. അത് നമുക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുമ്പോഴും, ഇന്ന് അവധി ദിവസമാണ്, ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും നമ്മൾ അമ്പലത്തിലോ ഒക്കെ പോകുന്നത്, അതുപോലെ ഔട്ടിങ്ങിനൊക്കെ പോണത്, ഫംഗ്ഷന് പോണത്. 1-ാം തീയതി ആയതുകൊണ്ട് ചിലപ്പോൾ ബന്ധു വീടുകളിൽ ഒക്കെ പോകുന്നത്. പക്ഷേ ഈ ദിവസം പോകുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക. 5 മണി 6 മിനിറ്റ് തൊട്ട് 6 മണി 38 മിനിറ്റ് വരെയാണ് രാവുകാല സമയം. ഈ സമയം നമുക്ക് ഒരു പ്രത്യേകിച്ച് യാത്രയ്ക്ക് എടുക്കരുത്. ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത എല്ലാ ദിവസവും ഉണ്ട് 3 മണിക്കൂറോളം സമയം. ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 3 മണി 33 മിനിറ്റ് തൊട്ട് 5 മണി 6 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 12:29 തൊട്ട് 2 മണി 1 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും 12 മണി 6 മിനിറ്റ് തൊട്ട് 12 മണി 53 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാവുന്നതാണ്. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം, നല്ല വസ്ത്രം ധരിച്ച് പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിൽ കളറിൽ നമുക്ക് റോസ് കളറോ അതുപോലെ താമരപ്പൂവിൻ്റെ കളറോ ചുടുകളിൻ്റെ കളറോ ഉള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് സൂര്യൻ്റെ പ്രകാശം, പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാൻ സഹായിക്കും. നമുക്ക് കുറച്ചുകൂടി ഭാഗ്യദായകമായി തീരും. എല്ലാവർക്കും 1-ാം തീയതി പുതുവർഷം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.